അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിച്ച് മടങ്ങിയതിനു ശേഷം ചൈനയിലേക്ക് ഓടിയെത്തുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ്. വ്ളാഡിമിർ പുടിൻ ചൈനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയൊരു കോലാഹലം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കിയാണ്. സംഭവം വേറൊന്നുമല്ല, ചൈനയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ചൈനീസ് കപ്പലിനെ റഷ്യ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാൻ ബീജിംഗിൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് കരിങ്കടലിൽ ഒരു വലിയ ആഗോള സംഘർഷത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇവിടെ യുക്രൈനിയൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന 2 സിവിലിയൻ കപ്പലുകൾക്ക് നേരെ റഷ്യ ഡ്രോൺ ആക്രമണം നടത്തി. അതിലൊരു കപ്പൽ ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. യുക്രൈനിയൻ കടൽ തുറമുഖ അതോറിറ്റിയുടെ അഭിപ്രായത്തിൽ ഒഡേസ പ്രദേശത്തെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന സിവിലിയൻ കപ്പലുകൾക്ക് നേരെ തിങ്കളാഴ്ച ആക്രമണങ്ങൾ നടന്നു. ഈ 2 കപ്പലുകളിൽ ഒന്ന് മാർഷൽ ദ്വീപുകളുടെ പതാകയ്ക്ക് കീഴിലും മറ്റൊന്ന് ഗിനിയ ബിസാവുവിന്റെ പതാകയ്ക്ക് കീഴിലുമായിരുന്നു. ചൈനീസ് കപ്പലായിട്ടുള്ള KSL ദയാങ്ങിന് നേരെയാണ് റഷ്യൻ ഡ്രോൺ ആക്രമണം നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുക്രൈനിയൻ നാവികസേനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മാർഷൽ ദ്വീപുകളുടെ പതാകയ്ക്ക് കീഴിൽ സഞ്ചരിക്കുകയല്ല ചൈനീസ് ഉടമസ്ഥതയിലുള്ള KSL ദയാങ് എന്ന ചരക്ക് കപ്പലിനെ ലക്ഷ്യമിട്ട് റഷ്യൻ ഷാഹിദ് ഡ്രോൺ ആക്രമണം നടത്തി. ആക്രമണത്തിൽ കപ്പലിന്റെ ഒരു ഭാഗം ഭാഗികമായി കത്തി നശിച്ചതായി നാവികസേന സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു ഫോട്ടോ കാണിക്കുന്നു. 4 വർഷം മുമ്പ് യുക്രൈൻ ആക്രമിച്ചതിനു ശേഷം യുക്രൈന്റെ കാർഷിക കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര കേന്ദ്രമായ ഒഡേസയിലെ തുറമുഖ പ്രദേശത്തെ സിവിലിയൻ കപ്പലുകളെ റഷ്യ ആവർത്തിച്ച് ആക്രമിച്ചു വരികയാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഇത്തവണ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഗൗരവമായി കണക്കാക്കപ്പെടുന്നു. കാരണം പുടിന്റെ 2 ദിവസത്തെ ബീജിംഗ് സന്ദർശനത്തിനും ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഇത് നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റഷ്യയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ വലിയ പ്രസ്താവന ഇപ്പോൾ വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സോഷ്യൽ മീഡിയയിൽ റഷ്യക്കെതിരെ തുറന്നടിക്കുകയും വ്യക്തമായ വാക്കുകളിൽ സെലൻസ്കി പറയുകയും ചെയ്തത് ഡ്രോണുകൾ ഒഡേസയെ ആക്രമിച്ചു, അവയിലൊന്ന് ചൈനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിൽ ഇടിച്ചു. ആ സമയത്ത് കടലിൽ ഏത് കപ്പലായിരുന്നുവെന്ന് റഷ്യക്ക് പൂർണ്ണമായും അറിയാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ചൈനീസ് കപ്പലാണെന്ന് അറിഞ്ഞിട്ടും റഷ്യ ആക്രമണം നിർത്തിയില്ല എന്നുള്ളതാണ് സെലൻസ്കി ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഭാഗ്യവശാൽ ഈ കപ്പലിലെ ക്രൂ അംഗങ്ങളെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും സെലൻസ്കി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.